വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകരമായ ഒരു മാറ്റത്തിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ഇനി വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തുകളിൽ പോയി നീണ്ട ക്യൂ നിൽക്കേണ്ടി വരില്ല. ജനാധിപത്യം നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തുകയാണ്. വോട്ട് ഫ്രം ഹോം അഥവാ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപുലമായി നടപ്പാക്കുന്നു. ആരാണ് ഈ സൗകര്യത്തിന് അർഹർ? എങ്ങനെയാണ് ഇതിനായി അപേക്ഷിക്കേണ്ടത്? എന്തൊക്കെയാണ് ഇതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ? നമുക്ക് നോക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പുതിയ പരിഷ്കാരങ്ങളിൽ ഒന്നാണ് ഹോം വോട്ടിംഗ്. ശാരീരിക അവശതകൾ കാരണം ബൂത്തുകളിൽ എത്താൻ കഴിയാത്തവർക്ക് തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. വോട്ടർ പട്ടികയിലുള്ള എല്ലാവർക്കും ഈ സൗകര്യം ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനമായും 2 വിഭാഗത്തിലുള്ള ആളുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. 85 വയസ്സ് പിന്നിട്ട മുതിർന്ന പൗരന്മാർ, അല്ലെങ്കിൽ 40% വൈകല്യശേഷിയുള്ള ഭിന്നശേഷിക്കാർ. കേരളത്തിൽ ഏകദേശം 4 ലക്ഷത്തോളം വോട്ടർമാർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വോട്ട് രേഖപ്പെടുത്താൻ വാഹനം വിളിക്കുന്നതിനും മറ്റൊരാളുടെ സഹായത്തോടെ ബൂത്തിലെത്തുന്നതിനുമുള്ള ബുദ്ധിമുട്ടുകൾ ഇതോടെ അവസാനിക്കുകയാണ്. ഈ സൗകര്യം ലഭിക്കുന്നതിന് നിങ്ങൾ മുൻകൂട്ടി അപേക്ഷ നൽകേണ്ടതുണ്ട്. ഇതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിട്ടുള്ളത് 12D എന്ന അപേക്ഷാ ഫോമാണ്. ഓരോ പ്രദേശത്തെയും ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിട്ട് അർഹരായവരുടെ വീടുകളിലെത്തും. അവർ ഈ ഫോമുകൾ വിതരണം ചെയ്യുകയും അത് പൂരിപ്പിക്കാൻ ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്യും. ഇതുകൂടാതെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ വഴിയും ഈ ഫോമുകൾ ലഭ്യമാകും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് നിശ്ചിത ദിവസത്തിനുള്ളിൽ തന്നെ ഈ അപേക്ഷ സമർപ്പിച്ചിരിക്കണം. ഈ കാലാവധി കഴിഞ്ഞാൽ പിന്നീട് അപേക്ഷിക്കാൻ സാധിക്കില്ല. വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുമ്പോൾ അതിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക പലർക്കും ഉണ്ടാകാം. എന്നാൽ അതീവ സുരക്ഷയോടെയാണ് ഈ പ്രക്രിയ നടക്കുന്നത്. ഒരു സംഘം ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലെത്തും. അവരുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ വോട്ട് രേഖപ്പെടുത്തുക. 2 തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, ഒരു മൈക്രോ ഒബ്സർവർ, ഒരു വീഡിയോഗ്രാഫർ, സുരക്ഷയ്ക്കായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവരായിരിക്കും ഈ സംഘത്തിൽ ഉണ്ടാവുക. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്കും ഈ നടപടിക്രമങ്ങൾ ദൂരത്തു നിന്ന് നിരീക്ഷിക്കാൻ അനുവാദമുണ്ടാകും. വോട്ടിന്റെ രഹസ്യം കാത്തു സൂക്ഷിക്കാൻ വീടിനുള്ളിൽ ഒരു താൽക്കാലിക വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് സജ്ജീകരിക്കും. അവിടെ വെച്ച് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ബാലറ്റ് പേപ്പർ ഉടനടി സീൽ ചെയ്ത ബോക്സുകളിൽ ശേഖരിക്കും. ഹോം വോട്ടിംഗ് തിരഞ്ഞെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങളിലേക്ക് നോക്കിയാൽ, നിങ്ങൾ ഹോം വോട്ടിങ്ങിന് അപേക്ഷ നൽകുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്താൽ പിന്നീട് തിരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ അനുവാദം ഉണ്ടായിരിക്കില്ല. ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലെത്തുന്ന സമയം മുൻകൂട്ടി അറിയിക്കും. ആ സമയത്ത് വോട്ടർ വീട്ടിൽ ഹാജരാകേണ്ടതാണ്. വോട്ട് ചെയ്യുന്ന സമയത്ത് തിരിച്ചറിയൽ രേഖകൾ കൈവശം വെക്കണം. ശാരീരിക വെല്ലുവിളികൾ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് ഒരാളെയും മാറ്റി നിർത്തരുത് എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനും മുതിർന്നവരുടെ ആദരവ് നിലനിർത്താനും സഹായിക്കും. ക്യൂ നിൽക്കാനുള്ള ബുദ്ധിമുട്ടോ യാത്ര ചെയ്യാനുള്ള പ്രയാസമോ ഇനി ആരുടെയും വോട്ട് മുടക്കില്ല. നമ്മുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. ഈ പുതിയ സൗകര്യം അർഹരായ എല്ലാവരിലേക്കും എത്തിക്കാൻ നാം ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലോ പരിസരത്തോ ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ വിവരം കൈമാറുകയും അപേക്ഷ നൽകാൻ സഹായിക്കുകയും ചെയ്യണം.